നമസ്കാരം, ആനന്ദ് ഇന്റർനാഷണൽ ന്യൂസിലേക്ക് സ്വാഗതം. പാരസെറ്റമോളിനെയും വെറുതെ വിടാതെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഗർഭിണികൾ പാരസെറ്റമോൾ ഉപയോഗിക്കുന്നത് കൊണ്ടാണ് കുട്ടികളിൽ ഓട്ടിസം അവസ്ഥയുണ്ടാകുന്നതെന്ന് ട്രംപ് പ്രഖ്യാപിച്ചു. പാകിസ്ഥാൻ വിമാനങ്ങൾക്ക് ഇന്ത്യ ഏർപ്പെടുത്തിയ വ്യോമഗതാഗത വിലക്ക് ഒക്ടോബർ 23 വരെ നീട്ടി. ഇന്ത്യൻ വിമാനങ്ങൾക്കെതിരായ വിലക്ക് പാകിസ്ഥാനും ഒക്ടോബർ 23 വരെ നീട്ടിയിരുന്നു. ആന്റിഫയെ ഒരു ആഭ്യന്തര ഭീകര സംഘടനയായി പ്രഖ്യാപിക്കുന്ന എക്സിക്യൂട്ടീവ് ഉത്തരവിൽ ഡൊണാൾഡ് ട്രംപ് ഒപ്പുവച്ചു. തീവ്ര ഇടതുപക്ഷ ചായ്വുള്ള ആക്ടിവിസ്റ്റ് ഗ്രൂപ്പുകൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നുവെന്ന് അവകാശപ്പെടുന്ന ഏതെങ്കിലും വ്യക്തിയോ സംഘടനയോ നടത്തുന്ന നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ അന്വേഷിക്കാനും തടസ്സപ്പെടുത്താനും ഉത്തരവ്. അമേരിക്കയിൽ H-1B വിസ ഫീസ് കുത്തനെ വർദ്ധിപ്പിച്ചതോടെ ആശങ്കയിലായ വിദഗ്ധരെ റാഞ്ചാൻ K വിസ എന്നറിയപ്പെടുന്ന നോളജ് വിസയ്ക്കായി വിസ ചട്ടങ്ങൾ ലഘൂകരിക്കാൻ ചൈനയും ബ്രിട്ടനും. ജീവനക്കാരുടെ ദേശീയ ഇൻഷുറൻസ് നിരക്കിൽ നിന്ന് 2 പെൻസ് കുറച്ച് ആദായ നികുതിയിൽ ചേർക്കാൻ ചാൻസലർ റേച്ചൽ റീവ്സിനോട് ആവശ്യപ്പെട്ട് റെസല്യൂഷൻ ഫൗണ്ടേഷൻ. ഗൾഫ് രാജ്യങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന GCC റെയിൽ പദ്ധതിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അതിവേഗം പുരോഗമിക്കുന്നു. വാർത്തകൾ വിശദമായി. പാരസെറ്റമോളിനെയും വെറുതെ വിടാതെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഗർഭിണികൾ പാരസെറ്റമോൾ ഉപയോഗിക്കുന്നത് കൊണ്ടാണ് കുട്ടികളിൽ ഓട്ടിസം അവസ്ഥയുണ്ടാകുന്നതെന്ന് ട്രംപ് പ്രഖ്യാപിച്ചു. നിരുത്തരവാദപരമായ പരാമർശമെന്നാണ് വിമർശകർ ഇതിനെ വിശേഷിപ്പിച്ചത്. ഓട്ടിസത്തിന്റെ കാരണങ്ങളെക്കുറിച്ചുള്ള വളരെ വിവാദപരമായ നിഗമനങ്ങൾ ട്രംപ് ഭരണകൂടം തിങ്കളാഴ്ച പുറത്തിറക്കി. കൂടാതെ ഈ അവസ്ഥയ്ക്ക് ഒരു ചികിത്സ കണ്ടെത്താനുള്ള ഗവേഷണത്തിനായും ട്രംപ് നിർദ്ദേശങ്ങൾ നൽകി. 5-ാം പനി, മുണ്ടിനീര്, റൂബല്ല, വാരിസെല്ല വാക്സിനുകൾ വൈകിയ രീതിയിലോ ചെറിയ അളവിലോ നൽകണമെന്ന ഭാവി ശുപാർശകളെ കുറിച്ചും ട്രംപ് സംസാരിച്ചു. ദേശീയ വാക്സിൻ മാനദണ്ഡങ്ങളുടെ ഭാഗമായി നവജാത ശിശുക്കൾക്ക് നിലവിൽ നൽകുന്ന ഹെപ്പറ്റൈറ്റിസ് B കുത്തിവയ്പ്പിനെ കുറിച്ചും ആദ്യ ഡോസ് വൈകിപ്പിക്കുന്നതിനുള്ള സാധ്യമായ ശുപാർശകളെ കുറിച്ചും ട്രംപ് നിലപാട് വ്യക്തമാക്കി. ആരോഗ്യ സെക്രട്ടറി റോബർട്ട് F. കെന്നഡി ജൂനിയറിന്റെ നേതൃത്വത്തിൽ മാസങ്ങളോളം വ്യാപകമായി നടന്ന അന്വേഷണങ്ങൾക്കു ശേഷം ഗർഭിണികൾ അസറ്റാമിനോഫെൻ ഉപയോഗിക്കുന്നത് പരിമിതപ്പെടുത്തണമെന്ന് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചു. സാധാരണയായി US-ൽ ടൈലനോൾ എന്ന പാരസെറ്റമോൾ അറിയപ്പെടുന്നു. ഗർഭിണികൾ ഇത് ഉപയോഗിക്കുമ്പോൾ കുട്ടികളിൽ ഓട്ടിസം ഉണ്ടാക്കാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുമെന്ന് അദ്ദേഹം അവകാശപ്പെട്ടു. അന്താരാഷ്ട്ര തലത്തിൽ ശാസ്ത്രജ്ഞർ ശക്തമായി എതിർക്കുകയും പഠനങ്ങൾ ഇത് നിഷേധിക്കുകയും ചെയ്യുന്നു. ടൈലനോൾ കഴിക്കരുതെന്നും ഗർഭിണിയായിരിക്കുമ്പോൾ ഈ മരുന്നിന്റെ ഉപയോഗം പരിമിതപ്പെടുത്തുന്നതിനെ കുറിച്ച് അവരുടെ ഡോക്ടർമാരോട് സംസാരിക്കണമെന്നും ട്രംപ് ആവശ്യപ്പെട്ടു. പാകിസ്ഥാൻ വിമാനങ്ങൾക്ക് ഇന്ത്യ ഏർപ്പെടുത്തിയ വ്യോമഗതാഗത വിലക്ക് ഒക്ടോബർ 23 വരെ നീട്ടി. ഇന്ത്യൻ വിമാനങ്ങൾക്കെതിരായ വിലക്ക് പാകിസ്ഥാനും ഒക്ടോബർ 23 വരെ നീട്ടിയിരുന്നു. മറ്റു രാജ്യങ്ങളുടെ വിമാനങ്ങൾക്ക് ഇരു രാജ്യങ്ങളിലെയും വ്യോമമേഖല ഉപയോഗിക്കുന്നതിന് വിലക്കില്ല. പാക് വ്യോമമേഖല അടച്ചതിനാൽ ഉത്തരേന്ത്യൻ വിമാനത്താവളങ്ങളിൽ നിന്നുള്ള സർവീസുകൾ ദൂരം കൂടിയ ബദൽ റൂട്ടുകളാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. ആന്റിഫയെ ഒരു ആഭ്യന്തര ഭീകര സംഘടനയായി പ്രഖ്യാപിക്കുന്ന എക്സിക്യൂട്ടീവ് ഉത്തരവിൽ ഡൊണാൾഡ് ട്രംപ് ഒപ്പുവച്ചു. ചാർലി കിർക്കിന്റെ കൊലപാതകത്തെ തുടർന്ന് ഇത്തരമൊരു ഉത്തരവ് പുറപ്പെടുവിക്കുമെന്ന് വ്യക്തമായ സൂചനകളും ട്രംപ് നൽകിയിരുന്നു. ആന്റിഫ എന്നത് തീവ്ര ഇടതുപക്ഷ ചായ്വുള്ള ആക്ടിവിസ്റ്റ് ഗ്രൂപ്പുകളെ ട്രംപ് ഭരണകൂടം ആന്റി ഫാസിസ്റ്റ് എന്ന് വിശേഷിപ്പിക്കുന്ന ചുരുക്കെഴുത്താണ്. ആന്റിഫയോ ആന്റിഫയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നുവെന്ന് അവകാശപ്പെടുന്ന ഏതെങ്കിലും വ്യക്തിയോ നടത്തുന്ന നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ, പ്രത്യേകിച്ച് തീവ്രവാദ പ്രവർത്തനങ്ങൾ ഉൾപ്പെടുന്നവ അന്വേഷിക്കാനും തടസ്സപ്പെടുത്താനും എല്ലാ പ്രസക്തമായ എക്സിക്യൂട്ടീവ് വകുപ്പുകളും ഏജൻസികളും എല്ലാ ബാധകമായ അധികാരികളെയും ഉപയോഗിക്കണമെന്ന് ഉത്തരവിൽ പറയുന്നു. ആന്റിഫയോ ആന്റിഫയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നുവെന്ന് അവകാശപ്പെടുന്ന ഏതെങ്കിലും വ്യക്തിയോ അത്തരം പ്രവർത്തനങ്ങൾക്ക് ധനസഹായം നൽകുന്നവർക്കെതിരെ ആവശ്യമായ അന്വേഷണ പ്രോസിക്യൂഷൻ നടപടികൾ ഉൾപ്പെടെ കൈക്കൊള്ളണമെന്നും ഉത്തരവിൽ പറയുന്നു. അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് നേരെയുള്ള ഭീഷണി നിലനിൽക്കുന്ന എന്റെ രാജ്യത്തെ ഞാൻ അംഗീകരിക്കുന്നില്ല എന്ന് ഓസ്കാർ ജേതാവായ നടി ആഞ്ചലീന ജോളി പറഞ്ഞു. അമേരിക്കയിൽ വ്യക്തിപരമായ ആവിഷ്കാരങ്ങളെയും സ്വാതന്ത്ര്യങ്ങളെയും വിഭജിക്കുന്നതോ പരിമിതപ്പെടുത്തുന്നതോ ആയ എന്തും വളരെ അപകടകരമാണ് എന്ന് താൻ കരുതുന്നു എന്ന് സ്പെയിനിലെ സാൻ സെബാസ്റ്റ്യൻ ചലച്ചിത്രമേളയിൽ അവർ പറഞ്ഞു. ഇത് വളരെ ഗുരുതരമായ സമയങ്ങളാണ്. നമ്മൾ യാദൃച്ഛികമായി കാര്യങ്ങൾ പറയാതിരിക്കാൻ ശ്രദ്ധിക്കണം. നമ്മൾ ഒരുമിച്ച് ജീവിക്കേണ്ട സമയമാണിതെന്നും ജോളി കൂട്ടിച്ചേർത്തു. ¿A qué le tiene miedo en este momento como artista y como americana? I don't. It's obviously a very difficult question. Only to say that I love my country, but I don't at this time recognize my country.
And I think that's, but I've always lived internationally. I've always, my family's international, my friends, my life, my worldview is equal, united, international. So anything, anywhere that divides or, of course, limits personal expressions and freedoms and from anyone, I think is very dangerous. And I think these are such serious times that we have to be careful not to say things casually. So I'll be careful during a press conference, but to say that, of course, like all of you and everyone watching, these are very, very heavy times. We're all living it together. അമേരിക്കയിൽ H-1B വിസ ഫീസ് കുത്തനെ വർദ്ധിപ്പിച്ചത് തൊഴിൽ തേടിയെത്തിയ മലയാളികൾ ഉൾപ്പെടെയുള്ള അനേകായിരങ്ങളെ അലോസരപ്പെടുത്തുമ്പോൾ അത്തരക്കാരെ റാഞ്ചാൻ തയ്യാറായി ബ്രിട്ടനും ചൈനയും രംഗത്ത്. കെ വിസ എന്നറിയപ്പെടുന്ന നോളജ് വിസയ്ക്കായി വിസ ചട്ടങ്ങൾ ലഘൂകരിക്കാൻ തയ്യാറെടുക്കുകയാണ് ചൈനയും ബ്രിട്ടനും. ഇതോടെ തൊഴിൽ മേഖലയ്ക്ക് ആവശ്യമായ വിദഗ്ധരെ കിട്ടിയേക്കുമെന്നാണ് കരുതുന്നത്. അതിവേഗ നടപടികൾ വഴി വിസ പ്രോസസിംഗ് ഏറ്റവും വേഗത്തിലാക്കാനുള്ള ശ്രമമാണ് ബ്രിട്ടൻ ഇപ്പോൾ നടത്തുന്നത്. പ്രധാനമന്ത്രി കീർ സ്റ്റാർമർക്കൊപ്പം ഹോം ഓഫീസ്, ട്രഷറി സംവിധാനം എന്നിവയൊക്കെ ഉൾപ്പെടുത്തിയാണ് ഗ്ലോബൽ ടാലന്റ് ടാസ്ക് തേടിയുള്ള ബ്രിട്ടന്റെ നീക്കങ്ങൾ. പാലസ്തീൻ രാഷ്ട്രത്തിന് ഫ്രാൻസിന്റെ ഔദ്യോഗിക അംഗീകാരം പ്രഖ്യാപിച്ച് ഫ്രാൻസ് യുദ്ധാനന്തര ഗസയിൽ ഐക്യരാഷ്ട്രസഭയുടെ നിർദ്ദേശപ്രകാരം ഒരു അന്താരാഷ്ട്ര സ്ഥിരത സേനയെ നിയോഗിക്കണമെന്നും ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഗസയിലെ യുദ്ധം, കൂട്ടക്കൊലകൾ, മരണം എന്നിവ അവസാനിപ്പിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്ന് തിങ്കളാഴ്ച വൈകുന്നേരം ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭാ ഹാളിൽ നടന്ന ഒരു പ്രത്യേക ഉച്ചകോടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മാക്രോൺ പറഞ്ഞു. പലസ്തീൻ ജനതയ്ക്ക് നീതി നൽകാനും അതുവഴി ഗസയിലും വെസ്റ്റ് ബാങ്കിലും ജെറുസലേമിലും പലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കാനുമുള്ള സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നും മാക്രോൺ പ്രതികരിച്ചു. ബജറ്റ് നിർദ്ദേശങ്ങൾ തയ്യാറാക്കുന്നതിനിടെ റേച്ചൽ റീവ്സിനോട് ജീവനക്കാരുടെ ദേശീയ ഇൻഷുറൻസ് നിരക്കിൽ നിന്ന് 2 പെൻസ് കുറച്ച് ആദായ നികുതിയിൽ ചേർക്കാൻ ആവശ്യപ്പെട്ട് റെസൊല്യൂഷൻ ഫൗണ്ടേഷൻ. തൊഴിലാളികളുടെ ശമ്പള നിരക്ക് സംരക്ഷിക്കുന്നതിനൊപ്പം കോടിക്കണക്കിന് പൗണ്ട് സമാഹരിക്കാൻ കഴിയും. ഈ നീക്കം പ്രതിവർഷം 6 ബില്യൺ പൗണ്ട് അധികമായി സമാഹരിക്കുമെന്നും റെസൊല്യൂഷൻ ഫൗണ്ടേഷൻ പറയുന്നു. 30 ബില്യൺ പൗണ്ട് വരെ സമാഹരിക്കാനുള്ള പദ്ധതികൾ മുന്നോട്ട് വച്ചുകൊണ്ട് വ്യത്യസ്ത രൂപത്തിലുള്ള വരുമാനത്തിന് എങ്ങനെ നികുതി ചുമത്തുന്നു എന്നതിനെ സമനിലയിലാക്കാൻ റെസൊല്യൂഷൻ ഫൗണ്ടേഷൻ ചാൻസലറോട് ആവശ്യപ്പെട്ടു. ബജറ്റ് തയ്യാറെടുപ്പുകൾക്ക് നേതൃത്വം നൽകുന്ന ലേബർ മന്ത്രിമാരുമായി അടുത്ത ബന്ധമുള്ള സംഘടന നികുതി സമ്പ്രദായം പുനഃക്രമീകരിക്കുന്നതിനുള്ള നടപടികളുടെ ഒരു വലിയ പാക്കേജ് പരിഗണിക്കാൻ റീവ്സിനോട് ആവശ്യപ്പെട്ടു. ട്രഷറിയിൽ സൂക്ഷ്മമായി പരിശോധിക്കുന്ന ഒരു റിപ്പോർട്ടിൽ ജീവനക്കാരുടെ ദേശീയ ഇൻഷുറൻസ് 2 പെൻസ് കുറയ്ക്കുന്നതിനുള്ള ഒരു നയത്തിലൂടെ പ്രതിവർഷം 6 ബില്യൺ പൗണ്ട് കൂടി സമാഹരിക്കാനാകുമെന്ന് പറഞ്ഞിരുന്നു. എല്ലാ ആദായ നികുതി ബാങ്കുകൾക്കും ആനുപാതികമായ വർധനവ് വരുത്തി. രാജ്യം വിടുന്ന ന്യൂസിലൻഡുകാരുടെ എണ്ണം റെക്കോർഡ് നിരക്കിൽ വർദ്ധിക്കുകയും GDP ചുരുങ്ങുകയും ചെയ്തതോടെ കുടിയേറ്റ തൊഴിലാളികൾക്ക് രാജ്യത്ത് വന്ന് താമസിക്കാൻ 2 പുതിയ താമസ മാർഗങ്ങൾ പ്രഖ്യാപിച്ചു. വിദേശ തൊഴിലാളികൾക്കും നിക്ഷേപത്തിനും തൊഴിൽ ശക്തിയും സമ്പദ് വ്യവസ്ഥയും ശക്തിപ്പെടുത്തുന്നതിനുമുള്ള ഏറ്റവും പുതിയ ശ്രമത്തിന്റെ ഭാഗമായി കുടിയേറ്റ തൊഴിലാളികൾക്ക് രാജ്യത്ത് വന്ന് താമസിക്കാൻ ന്യൂസിലൻഡ് നിയമങ്ങൾ എളുപ്പമാക്കുന്നു. 2026 മധ്യത്തോടെ റെസിഡൻസി പാത്വേകൾ അവതരിപ്പിക്കും. ഒരു പാത പ്രസക്തമായ പരിചയവും ശമ്പള പരിധിയും പാലിക്കുന്ന വൈദഗ്ധ്യമുള്ള തൊഴിലുകളിൽ കുടിയേറ്റക്കാർക്കുള്ളതാണ്. രണ്ടാമത്തേത് യോഗ്യത, പ്രവൃത്തി പരിചയം, വേതന പരിധി എന്നിവ പാലിക്കുന്ന ട്രേഡുകളിലും സാങ്കേതിക മേഖലകളിലും കുടിയേറ്റക്കാർക്കുമുള്ളതാണ്. നൈപുണ്യവും പരിചയസമ്പന്നരുമായ കുടിയേറ്റക്കാർക്ക് നിയമങ്ങൾ ഇളവ് ചെയ്ത് രാജ്യത്തെ തൊഴിൽ ശക്തിയിലെ വിടവുകൾ നികത്താൻ സഹായിക്കുമെന്ന് ചൊവ്വാഴ്ച സാമ്പത്തിക വളർച്ചാ മന്ത്രി നിക്കോള വില്ലിസ് പറഞ്ഞു. സംശയാസ്പദമായ തരത്തിൽ ഡ്രോണുകൾ കണ്ടതിനെ തുടർന്ന് നോർവേയിലും ഡെൻമാർക്കിലെയും വിമാനത്താവള പ്രവർത്തനങ്ങൾ മണിക്കൂറുകളോളം തടസ്സപ്പെട്ടു. ഇതോടെ വിമാനങ്ങൾ വൈകുകയും റദ്ദാക്കുകയും ചെയ്തതിനെ തുടർന്ന് ഇരു രാജ്യങ്ങളിലെയും പോലീസ് അന്വേഷണം ആരംഭിച്ചു. വിമാനത്താവളങ്ങൾക്ക് സമീപം കണ്ടെത്തിയ ഡ്രോണുകൾ പിന്നാലെ അപ്രത്യക്ഷമായി. ഡ്രോണുകൾ കണ്ടതിനെ തുടർന്ന് ടേക്ക് ഓഫുകളും ലാൻഡിങ്ങുകളും 4 മണിക്കൂറുകളോളം നിർത്തിവെച്ച നോർഡിക് മേഖലയിലെ ഏറ്റവും തിരക്കേറിയ കോപ്പൻഹേഗൻ വിമാനത്താവളം ചൊവ്വാഴ്ച പുലർച്ചെ വീണ്ടും തുറന്നതായി വിമാനത്താവള അധികൃതർ അറിയിച്ചു. ഇവ ഏതുതരം ഡ്രോണുകളാണെന്ന് കണ്ടെത്താൻ പോലീസ് തീവ്രമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അവയൊന്നും പിടിച്ചെടുത്തിട്ടില്ല എന്ന് കോപ്പൻഹേഗൻ പോലീസ് ഡെപ്യൂട്ടി അസിസ്റ്റന്റ് കമ്മീഷണർ ജേക്കബ് ഹാൻസൺ പറഞ്ഞു. ഇനി പൗണ്ട്, യൂറോ, ഡോളർ, രൂപ ഇന്നത്തെ വിനിമയ നിരക്ക്. ഒരു പൗണ്ട് 119.67 ഇന്ത്യൻ രൂപ. ഒരു US ഡോളർ 88.59 ഇന്ത്യൻ രൂപ. ഒരു യൂറോ 104.56 ഇന്ത്യൻ രൂപ. ഒരു പൗണ്ട് 1.35 US ഡോളർ. ഒരു കനേഡിയൻ ഡോളർ 64.07 ഇന്ത്യൻ രൂപ. ഇനിയൊരു ഇടവേളയ്ക്ക് ശേഷം ഗൾഫ് ന്യൂസ്. Book your Indigo flight tickets easily and safely with Anand Travel. Call UK number
02085484897. Indian cell number 918921120509, or please mail to info@anandtravel.com. Have a happy journey. നമസ്കാരം, ഗൾഫ് ന്യൂസിലേക്ക് സ്വാഗതം. ഗൾഫ് രാജ്യങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന GCC റെയിൽ പദ്ധതിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അതിവേഗം പുരോഗമിക്കുന്നു. 2030 പദ്ധതി പൂർത്തിയാക്കാനാണ് അധികൃതർ ലക്ഷ്യമിടുന്നത്. കുവൈറ്റിൽ തുടങ്ങി ഒമാനിൽ അവസാനിക്കുന്ന രീതിയിലാണ് പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത്. 6 ഗൾഫ് രാജ്യങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് GCC റെയിൽ പദ്ധതി. UAE, ഖത്തർ, സൗദി അറേബ്യ, കുവൈറ്റ്, ബഹ്റിൻ, ഒമാൻ എന്നീ രാജ്യങ്ങളിലൂടെയാണ് റെയിൽ ശൃംഖല കടന്നു പോവുക. 2177 കിലോമീറ്റർ നീളത്തിലാണ് റെയിൽവേ പാത ഒരുക്കുക. കുവൈറ്റിൽ നിന്ന് സൗദി അറേബ്യയിലെ ദമാമിലേക്കും അവിടെ നിന്ന് ബഹ്റൈൻ തലസ്ഥാനമായ മനാമയിലേക്കും റെയിൽപാത നീളും. ദമാമിൽ നിന്ന് സൽവ അതിർത്തി വഴി ഖത്തർ തലസ്ഥാനമായ ദോഹയുമായും പാത ബന്ധിപ്പിക്കും. സൗദിയിൽ നിന്ന് അബുദാബി, അലൈൻ എന്നിവിടങ്ങളിലേക്കും പാത സജ്ജമാക്കും. സൊഹാർ വഴി ഒമാൻ തലസ്ഥാനമായ മസ്കറ്റിലായിരിക്കും ഇത് അവസാനിക്കുക. നഴ്സറി കുട്ടികൾക്ക് ലേബലില്ലാത്ത മരുന്നുകൾ നൽകരുതെന്ന് അബുദാബി വിദ്യാഭ്യാസ വിജ്ഞാന വകുപ്പിന്റെ മുന്നറിയിപ്പ്. കുട്ടികൾക്ക് നൽകേണ്ട മരുന്നിന്റെ പാക്കറ്റിൽ നിർമ്മാണ തീയതി, കാലാവധി, കഴിക്കേണ്ട വിധം, ഡോക്ടറുടെ കുറിപ്പടി എന്നിവ ഉണ്ടായിരിക്കണം. ഇവയില്ലാത്ത മരുന്നുകൾ കുട്ടികൾക്ക് നൽകാനാവില്ല എന്നും പറഞ്ഞു. കുഞ്ഞുങ്ങളുടെ ആരോഗ്യ സുരക്ഷ ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായാണ് നടപടി. കുട്ടിയുടെ ഭക്ഷണത്തിലോ പാനീയത്തിലോ മരുന്ന് കലർത്തുന്നതും നിരോധിച്ചു. കുപ്പിമരുന്ന് ആദ്യം തുറക്കുന്ന തീയതി അതിൽ രേഖപ്പെടുത്തണം. നിശ്ചിത അളവിൽ നിർദ്ദിഷ്ട ദിവസം മാത്രമേ മരുന്ന് നൽകാവൂ. കാലപരിധി ഉണ്ടെങ്കിലും ഏറെ നാളുകൾക്കു ശേഷം അതേ മരുന്ന് ഉപയോഗിക്കുന്നതിന് മുൻപ് ബന്ധപ്പെട്ട ഡോക്ടറോട് ചോദിക്കണം. മുടിമുറിക്കാൻ മാത്രമല്ല, മനസ്സിനും ആത്മാവിനും നിറങ്ങൾ പകരാൻ ഒരിടം. അതാണ് ദുബായ് കരാമയിലെ വൂയു സലൂൺ. തിരുവനന്തപുരം ആറ്റിങ്ങൽ സ്വദേശിയായ അജീഷ് ലോട്ടസ് എന്ന ചെറുപ്പക്കാരൻ തന്റെ കലയോടുള്ള അഭിനിവേശം സൗന്ദര്യ സംരക്ഷണവുമായി കൂട്ടിച്ചേർത്തപ്പോൾ പിറന്നത് കൗതുകങ്ങളുടെ ഒരു ലോകമാണ്. സാധാരണ സലൂണുകളുടെ തിരക്കിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ ഒരു അനുഭവമാണ് ഇവിടം. കടയുടെ വാതിൽ തുറന്ന് അകത്തേക്ക് കയറുമ്പോൾ തന്നെ നാം അത് തിരിച്ചറിയും. അവിടം നിറയെ പഴമയുടെ പ്രൗഢി വിളിച്ചോതുന്ന അലങ്കാര വസ്തുക്കളും കൗതുകം നിറഞ്ഞ പുരാവസ്തുക്കളും നിർമ്മിത ബുദ്ധിയിൽ മെനഞ്ഞെടുത്ത ചിത്രങ്ങളുമാണ്. മുടിവെട്ടാനും താടി പഠിപ്പിക്കാനും കാത്തിരിക്കുമ്പോൾ മടുക്കാതിരിക്കാൻ ഇവിടെ പുസ്തകങ്ങളുണ്ട്. അതോടൊപ്പം വരയ്ക്കാൻ താല്പര്യമുള്ളവർക്കായി ക്യാൻവാസ്, ബ്രഷുകൾ, പെയിന്റ് എന്നിവയും സലൂണിൽ സൗജന്യമായി ഒരുക്കിയിട്ടുണ്ട്. കൊൽക്കത്തയിലും പരിസര പ്രദേശങ്ങളിലും പെയ്ത കനത്ത മഴയിൽ ജനജീവിതം താറുമാറായി. പല പ്രദേശങ്ങളും വെള്ളത്തിനടിയിലായി. നഗരത്തിൽ ഗതാഗതം സ്തംഭിച്ചു. അർദ്ധരാത്രി കഴിഞ്ഞപ്പോൾ ആരംഭിച്ച മഴയിൽ റോഡുകൾ വെള്ളത്തിനടിയിലാവുകയും നഗരത്തിലെ നിരവധി വീടുകളിലും വ്യാപാര സ്ഥാപനങ്ങളിലും വെള്ളം കയറുകയും ചെയ്തു. മഴക്കെടുതി മൂലം നഗരത്തിൽ 5 പേർ മരിച്ചു. ദക്ഷിണ ബംഗാൾ ജില്ലയിലും കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ട് എന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. പല സ്റ്റേഷനുകളിലും വെള്ളം കയറിയതോടെ ഒട്ടുമിക്ക മെട്രോ സർവീസുകളും നിർത്തിവെച്ചു. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യക്ക് മേൽ ചുമത്തിയ അധിക തീരുവയോട് ഉടനടി പ്രതികരിക്കാതിരിക്കുന്നത് ഇന്ത്യക്ക് വിശാല മനസ്ക സമീപനമുള്ളതുകൊണ്ടാണെന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്. 2 ദിവസത്തെ സന്ദർശനത്തിന് മൊറോക്കോയിലെത്തിയ അദ്ദേഹം അവിടുത്തെ ഇന്ത്യൻ വംശജരുമായി സംവദിക്കുകയായിരുന്നു. തീരുവ വിഷയത്തിൽ ഇന്ത്യ ഉടനടി പ്രതികരിച്ചില്ല എന്നത് വാസ്തവം. അതിനു കാരണം ഇന്ത്യക്കാർ വിശാല മനസ്കരായതുകൊണ്ടാണ്. ഒരു കാര്യത്തിലും ഉടനടി പ്രതികരിക്കരുത്, അദ്ദേഹം പറഞ്ഞു. ഈ ന്യൂസ് ബുള്ളറ്റിൻ അവസാനിച്ചു. നന്ദി.